അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടാവസ്ഥ അവിടെ ഉണ്ടോ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു അപകടാവസ്ഥ ഇല്ല എന്ന് മനസ്സിലാക്കുക, തീരെ സേഫ് ആണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് അയാളെ വിളിച്ചു നോക്കാം. അപ്പൊ വിളിച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെയെങ്കിലും നിന്ന് വിളിക്കുന്നതിന് പകരം അയാളുടെ മുന്നിൽ നിന്നിട്ടേ വിളിക്കാൻ പാടും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയാളുടെ പുറകിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ആള് ബോധമുണ്ടെന്ന് കരുതാം, വീഴുന്ന വീഴ്ചയിൽ അയാളുടെ കഴുത്തിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്ന് കരുതാം. നമുക്കറിയാം നമ്മുടെ കട്ടിലിനുള്ളിലൂടെ സ്പൈനൽ കോർഡ് എന്ന് പറയുന്ന ഒരു നാഡി കിടന്നുണ്ട് അല്ലേ. അത് എന്തെങ്കിലും ഇച്ചിരി വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം പിന്നെ ശരിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ അയാൾ വീഴുന്ന വീഴ്ചയിൽ അയാളുടെ കഴുത്തിൽ പൊട്ടിയിട്ടുണ്ട്, സ്പൈനൽ കോർഡിന് അതുവരെ ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ കഷ്ടകാലത്തിന് പുറത്തു നിന്ന് പോയി വിളിച്ചു, ആള് ബോധമുള്ളത് കൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്ത് സംഭവിക്കാം? ഈ പൊട്ടി വെച്ചുകൊണ്ടിട്ട് സ്പൈനൽ കോർഡിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അപകടത്തിൽ പെട്ടുകൊടുക്കുന്ന ഒരാളെ